ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും രേവതിയും കൂടി കാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും സുധി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ രേവതി പറയും കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുമെന്ന് പറയും കേട്ടോ. അതിന് ചെന്നിട്ട് നീ എന്താ കാറിൽ നിന്ന് ഇറങ്ങാത്തേ പറയുമ്പോൾ എന്നെ ഈ വേഷത്തിൽ കണ്ട അമ്മയ്ക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര സങ്കടമാവില്ലേ, എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല പറയും. അപ്പോൾ സച്ചി പറയും അത് ശരിയാ, എനിക്ക് തന്നെ കണ്ടിട്ട് സങ്കടമായി, അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ രേവതി പറയും നമുക്ക് വരുന്ന വഴിക്ക് തന്നെ ഒരു നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് വരായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും എനിക്കതൊട്ട് ഓർമ്മ വന്നില്ലെന്ന് നീ ഓർമ്മിപ്പിക്കണ്ടായിരുന്നു അങ്ങനെ പറയും. അങ്ങനെ സച്ചിനെ അതിന് ഇറക്കി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ സച്ചി വേഗം നമ്മുടെ സുധി വേഗം തന്നെ തലയിൽ ഇങ്ങനെ ഒരു മുണ്ട് വെച്ചിട്ട് ഇങ്ങനെ മറക്കുകയാണ്. എന്നിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ചന്ദ്രൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും സച്ചി നീ ഇനി ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നോ, ഇത്രയും കാലം ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക ചായ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ചായിരുന്നു, ഇപ്പോൾ ഈ പിച്ചക്കാരേനും കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ പിച്ചക്കാരിൽ അമ്മ എന്നിങ്ങനെ വിളിക്കും സുധി. അപ്പോൾ എന്നെ അങ്ങനെ വിളിക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. വല്ല റോട്ടിലും പോയിട്ട് പിച്ചതുണ്ട്, അല്ലാണ്ട് ഇവിടെ വന്നിട്ട് പിച്ചത് കണ്ടേ, ഇവിടെ നിന്ന് ഒരു 4 കാശ് രൂപ കിട്ടില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ സച്ചി പറയും വെറുതെ ഓരോന്ന് വിളിച്ച് പറയാതെ ഇരിക്കുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിഷമിക്കേണ്ടി വരും എന്ന് പറയും. എനിക്കെന്ത് വിഷമം, ഇങ്ങനെ പിച്ചക്കാരെന്നെ പറഞ്ഞോട്ടോ, എനിക്കൊരു വിഷമമൊന്നുമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും ഇദ്ദേഹം ആരാന്ന് അറിയാതെ അമ്മ ഇങ്ങനെ പറയുന്നത്, അത് ഇദ്ദേഹത്തിനെ ഒന്ന് കണ്ടു നോക്കുന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതിയോട് ചോദിക്കും നീ എന്തിനാ ഈ പിച്ചക്കാരനെ അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര മാന്യത കാണിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, പിച്ചക്കാരെപ്പോഴും പിച്ചക്കാരാന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ സുധി പെട്ടെന്ന് തലയത്തെ മുണ്ട് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് സുധിയാന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ സങ്കടമാവും, ചന്ദ്ര ഇങ്ങനെ കരയാണ്. അപ്പോൾ ചന്ദ്രയും അതുപോലെ രവിയും ചോദിക്കുകയാണ് എന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ സ്വാമിജി പറഞ്ഞിട്ടാന്ന് പറയും കേട്ടോ. അപ്പത്തിനും അവിടേക്ക് നമ്മുടെ ശ്രുതിയും വരികയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അതുപോലെ വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി ഹോട്ടലിലേക്ക് ചെല്ലും. അപ്പോൾ വർഷയില്ലെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ആളോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അടുക്കളയിലുണ്ട്, ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് വരാമെന്ന് പറയും കേട്ടോ. അതിന് ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് വർഷം അവിടെ വെയിറ്റ് ചെയ്യും. അതിന് ശ്രീകാന്ത് വന്നിട്ട് നീ എന്തിനാപ്പം ഇങ്ങോട്ട് വന്നേ, ഫുഡ് കഴിക്കാനാണോ, അതിനായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തയച്ചിരുന്നല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ഞാൻ അതിനൊന്നല്ല, നിന്നെ വീട്ടിലേക്ക് വിളിക്കാനാ, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും. ഞാനില്ലേ നിൻ്റെ വീട്ടിലേക്ക്, എനിക്ക് നിൻ്റെ അച്ഛനമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ദേഷ്യം വരും, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അതല്ല എന്നിങ്ങനെ പറയാൻ തുടങ്ങട്ടും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മാത്രമേ ഉള്ളൂ, അത് നീ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ എനിക്ക് സച്ചേട്ടുള്ള വന്ന് വിളിച്ചപ്പോൾ തന്നെ പോവായിരുന്നല്ലോ, ഞാൻ പോവാത്തത് നീയും കൂടെ എൻ്റെ കൂടെ വേണമെന്ന് വെച്ചിട്ടാന്നൊക്കെ പറയും. പക്ഷേ പറയും നിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം തന്നെയാണ് പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവും. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്.